ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടി വീഡിയോ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുക്കും ചാച്ച ഇവിടെ ഭയങ്കര വികൃതി അടിച്ച് നടക്കുന്നുണ്ട് പൂ പൊട്ടിക്കാനായിട്ട്. കണ്ടില്ലേ, കുക്കു ആസ് യൂഷ്വൽ സ്റ്റീൽ ബോഡി കാണിച്ചിട്ടാണ് നടക്കുന്നത്. അവൻ ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഗൈസ്, നീ തട്ടിയാറ് എണീറ്റ് ചാണകമൊക്കെ തേക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഗൈസ്, പൂ പറിക്കാനായിട്ട് അച്ഛമ്മയും കുട്ടികളും എന്തൊക്കെ എവിടേക്ക് പോയി പറിക്കണ്ടല്ലോ. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ വീട്ടിലത്തെ രാവിലത്തെ കലാപരിപാടികൾ? ഉഷാറല്ലേ? അപ്പൊ ഗൈസ്, സൺഡേ ആയിട്ടെന്ന് എല്ലാവരും എന്തൊക്കെയാ പരിപാടി പറയൂ. യോ 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 എന്തൊക്കെ പോസ് അടിക്കുന്നുണ്ട് ഇഷാൻ. ഭയങ്കര രസമല്ലേ കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നത് കാണാനായിട്ട്. എത്തുന്നില്ല, പോയി, പിന്നെയും പോയി. അമ്മയ്ക്ക് കൈ കൊണ്ട് വയ്യാത്ത കാരണം വലുത് കൈ കൊണ്ടൊന്നും താഴ്ത്താൻ വയ്ക്കുന്നില്ല ഗൈസ്, താഴ്ത്താൻ വയ്ക്കുന്നില്ല. മിട്ട് കണ്ടില്ലേ, അവര് പിന്നാലെ പോയിരിക്കാണ്. മാല ചെമ്പരത്തി അവള് ഫുൾ ഉറക്കച്ചിലാന്നാ തോന്നുന്നത്. ഓക്കെ, മുറ്റം റെഡി ആയിരിക്കുകയാണ് പൂക്കളിടാനായിട്ട്. യെസ്, ഇപ്പം നമുക്ക് നമ്മളൊരു പൂ വെച്ചു കൊടുത്തു. ഇനി അടുത്തത് എന്തൊക്കെയാവുന്നു നമുക്ക് നോക്കാം. തട്ടിയാടെ പൂക്കൾ എങ്ങനെയൊക്കെയാവും നമുക്ക് നോക്കാം. കുക്കു ദേ പോകുന്നുണ്ട്. അവളെ വികൃതി അടിക്കാനാണോ? അല്ല കേട്ടോ, സൈഡിൽ കൂടെ മാറിപ്പോയാൻ. അപ്പോൾ ഗൈസ്, എന്നതേം പോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. വീഡിയോസൊക്കെ എല്ലാവരും ഇരുന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഗൈസ് ഓരോ പൂക്കളും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ചാച്ചുട്ടൻ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ 2 തട്ടുള്ള ചെമ്പരത്തി. ഇനി അടുത്തത് ചെമ്പരത്തി റെഡ് കളർ. പിന്നെ ഓണപ്പൂ ഇത് കിട്ടിയിട്ട് കുറെ ദിവസമായിട്ടോ. നമ്മളൊന്ന് മുകളിലേക്ക് കയറിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഓണപ്പൂ. ഇത് നല്ല ഭംഗിയാണ് ഓണപ്പൂ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ താമര 3-ാം ദിവസം സെയിം അതേ ഫ്രഷ്നസ്സോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാക്കപ്പൂ, ശംഖുപുഷ്പം ഇതൊക്കെ എടുക്കുന്നുണ്ട്. അടുത്തത് അവിടെ കുക്കു അതാ വേറെ ഏതോ ഒരു പൂവൊക്കെ പൊട്ടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. മഞ്ഞ കാക്കപ്പൂ കിട്ടി. രണ്ടാളും കൂടെ അവിടെ എന്തൊക്കെ അടിപിടി നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പൂക്കളം ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് അല്ലേ. നല്ല ഭംഗിയുണ്ട്. ഇന്ന് കുറച്ചധികം കളർഫുൾ ആയിട്ടുള്ള പൂക്കളം കിട്ടിയിരുന്നു. അതുകൊണ്ട് നമ്മുടെ പൂക്കളം സെറ്റ് ആവും ഗൈസ്, സെറ്റ് ആവും. ലാസ്റ്റ് ഞാൻ നല്ല സൂം ചെയ്ത് കാണിച്ചു തരാം എല്ലാവർക്കും. ഗൈസ്, നിങ്ങളെല്ലാവരും അയില്യമകം വരെ പൂവിടാനാണോ? എന്താണ് ഗൈസ്? അങ്ങനെ നല്ല തകൃതയായി പൂക്കളം അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് നോക്കി നോക്കൂ, പകുതി ആയിട്ടുണ്ട്. വാ, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടത് 10 മണിയാണ് കേട്ടോ. ഇപ്പൊ ഇന്നലെ ഉണ്ടായ 10 മണിയാണത്. നല്ല ഭംഗി ഉണ്ടായിരുന്നത്. പീച്ചാണോ റെഡ് കളറും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറ്. നല്ല രസമുണ്ട്. ഇതൊക്കെ അവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഒറ്റയ്ക്ക് ഇരുന്ന് പൂക്കളുടെ കാരണം. ഇരുന്ന് കാലൊക്കെ കടയാൻ തുടങ്ങി എന്ന് പറയണത്. എന്തെങ്കിലുമൊക്കെ ആവും.
അല്ലെ? അങ്ങനെ അവൾ ഉദ്ദേശിച്ചതൊരു പൂ തികഞ്ഞില്ല, അത് പൊട്ടിക്കാനായിട്ട് അവൾ പോകുന്നുണ്ട് ഗൈസ്. ഇരുന്നും കടന്നും നിന്നും ഒക്കെ പൂക്കളാട് കാണുന്നു. ഹലോ ഗൈസ്, അപ്പൊ ഇത് ഇങ്ങനെ നീണ്ട് 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 ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാരും വെയിറ്റ് അടിച്ച് പണ്ടാരടങ്ങിയിരിക്കാൻ നോക്കി. ഇവരുടെ ഒരു പൂക്കള ഇത് രസമല്ലേ ഗൈസ്? അങ്ങനെ കുറച്ച് ദിവസം കൂടെ അല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ടില്ലേ അടുത്ത റൗണ്ട്. അങ്ങനെ ഇടാം ഇങ്ങനെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നുണ്ട് ഗൈസാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം ഫൈനൽ ലുക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഗൈസ് നമ്മുടെ പൂക്കളം റെഡി, കണ്ടില്ലേ? യെസ്, ഇതാണ് നമ്മുടെ അപ്പൂസിന്റെ പൂക്കളം. എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാവരും കമന്റ് ചെയ്യണേ. ഏത് പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമന്റ് ചെയ്യണേ. വാവ്, നല്ല ഭംഗിയുണ്ട്. ഓണപ്പൂ വന്നപ്പോ ഉഷാറായി അല്ലെ ഗൈസ്? അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.